ഏപ്രിൽ മെയ് മാസങ്ങൾ കേരളത്തിൽ തേൻ സമൃദ്ധമായി ലഭിക്കുന്ന കാലമാണ്. പ്രകൃതിയിലെ പുഷ്പസമൃദ്ധിയോടൊപ്പം തേനീച്ചകളുടെ സജീവതയും കൂടുന്ന ഈ സമയത്ത് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്കുള്ള അവയുടെ സാന്നിധ്യവും വർദ്ധിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിർണായക ഇടപെടലുമായി രംഗത്തെത്തുകയാണ് സന്നദ്ധ സംഘടനയായ ടീം റെസ്ക്യൂ ഫോഴ്സ് വളണ്ടിയർമാർ. കഴിഞ്ഞ മാസങ്ങളിലായി ഈരാറ്റുപേട്ടയിൽ വിവിധ ഭാഗങ്ങളിലെ 10ഓളം സ്ഥലങ്ങളിൽ നിന്നാണ് TRF പ്രവർത്തകർ തേനീച്ചക്കൂട്ടങ്ങളെ സുരക്ഷിതമായി മാറ്റിയത്. വീടുകളുടെ ചുവരുകൾ, കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ, വീടിന്റെ ചുറ്റുമുള്ള മരങ്ങൾ തുടങ്ങി മനുഷ്യർക്ക് ഭീഷണിയാകാവുന്ന ഇടങ്ങളിലായിരുന്നു കൂടുതലായും തേനീച്ചകൾ കൂട് സ്ഥാപിച്ചിരുന്നത്. തേനീച്ചകളെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ അതീവ സൂക്ഷ്മതയോടെയാണ് സംഘം കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യർക്കും തേനീച്ചകൾക്കും ഹാനി വരാതെയായാണ് മുഴുവൻ പ്രവർത്തനവും നടത്തുന്നത്. ഈ സമയത്ത് വലിയ അളവിൽ തേനും ലഭിക്കാറുണ്ടെന്ന് പ്രവർത്തകർ പറയുന്നു. ശേഖരിക്കുന്ന തേൻ അല്പം മാത്രം രുചി നോക്കാൻ കഴിച്ച് ബാക്കിയൊക്കെയും സ്ഥലമുടമയ്ക്ക് തന്നെ കൈമാറുന്നതാണ് ഇവരുടെ പതിവ്. അതോടെ തേനീച്ച ഭീഷണി മാറുന്നതിനൊപ്പം സ്വാഭാവികമായ ശുദ്ധമായ തേൻ ലഭിക്കുന്ന സന്തോഷവും വീട്ടുടമകൾക്ക് ഇരട്ടിയായി അനുഭവിക്കാനാകുന്നു. സുരക്ഷയും സേവനവുമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന TRFന്റെ ഈ ഇടപെടലുകൾ നഗരജീവിതത്തിനിടയിൽ പ്രകൃതിയുമായുള്ള സൗഹൃദത്തിന്റെ ഒരു മനോഹര ഉദാഹരണമായി മാറുകയാണ്. നമ്മുടെ ടീം റെസ്ക്യൂ ഫോഴ്സിൻ്റെ പ്രവർത്തകരാണ് ഇവിടെ വിളിച്ചത്. എൻ്റെ വീട്ടിലും എൻ്റെ സമീപത്തുള്ള എൻ്റെ വാടക വീട്ടിലും കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നെ വളരെയേറെ ബുദ്ധിമുട്ടിച്ച തേനീച്ച കൂടിനെ മാറ്റാൻ വേണ്ടിയാണ് ഇവരെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ഒരു വീട്ടിൽ വന്ന് മാറ്റി ഇന്നിത എൻ്റെ പറമ്പിലുള്ള ജാതിമരത്തിൽ നമുക്ക് ശല്യമാകുന്ന ഒരു തേനീച്ച കൂട്ടങ്ങളെ അവരിന്ന് മാറ്റി തന്നിട്ടുണ്ട്. അല്ലെന്നില്ല, ഇതിനു മുമ്പും അവർ ഇവിടെ വന്ന് ഈ കാരക്കാട് പ്രദേശത്ത് വന്ന് ഒത്തിരിയേറെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മദ്രസ അപകടകരമായി നിന്നിരുന്ന ഒരു മരവും എല്ലാം വെട്ടിത്തന്ന് ഇവർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു അതിൻ്റേതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.